അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉറങ്ങി എണീറ്റ് കുളിയും പല്ലേക്കലൊക്കെ കഴിഞ്ഞു. ചായക്ക് വെച്ചു, 2 മുട്ട പുഴുങ്ങാൻ വെച്ചു, പിന്നെ പഴം വാട്ടിയതും. മോള് പുഴുങ്ങിയ മുട്ട കഴിക്കൂല, അതുകൊണ്ടൊക്കെ മുട്ട പുൽസയാക്കി കൊടുത്ത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയത്തെ ചോറ് രാത്രി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയത് ഇന്നത്തേക്കും കൂടി. അങ്ങനെ ചോറെടുത്ത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, കറിയും ചോറൊക്കെ. അങ്ങനെ ചോറ് ചൂടാക്കി, പരിപ്പ് കറി അതും എടുത്ത് ചൂടാക്കി, വെണ്ടക്ക എടുത്ത് കുറച്ച് ഉപ്പേരിയാക്കി, ഒരു കഷ്ണം അയില, 2-3 കഷ്ണം ചിക്കൻ മോൾക്ക് വേണ്ടി പൊരിച്ച്. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മോള് ഉറങ്ങി എണീറ്റത്. ഓളും പല്ല് തേക്കലും കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് അതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം പുറത്തൊക്കെ പോയിട്ടിരുന്ന് ഇക്കാക്ക് ഫോണൊക്കെ വിളിച്ച് രണ്ടാളും പിന്നെ ചോറ് തിന്നാൻ വേണ്ടി വന്ന്. പിന്നെന്താണ് വിശേഷം? എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചോറെല്ലാം തിന്നതിന് ശേഷം മുറ്റം വന്നിട്ട് അടിച്ചിട്ടില്ലായിരുന്നു. കുറേ ചപ്പൊക്കെ വീണ് കിടക്കുന്നുണ്ട്. വലിയ മുറ്റാണ്. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ അടിച്ച്, വെയിലത്ത് അടിക്കാനേ പറ്റില്ല, ഭയങ്കര ചൂടാണ്. ചൂട് കാരണം ഞാൻ 5-5:30 മണിയായാണ് അടിച്ചത്. കാലത്തും അടിക്കല്ല, കാലത്ത് ഞാൻ സുബഹി നിസ്കരിച്ച് ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ 11 മണിക്കാണ് എണീക്കുന്നത്. അപ്പോൾ അന്നേരം അടിക്കാത്തതുകൊണ്ട് വൈകുന്നേരം മുറ്റമൊക്കെ അടിച്ചത്. ഓള് കുറേ മുറ്റത്തു നിന്നൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ തന്നെ പെരങ്ങി കളിക്കുന്നുണ്ട്. പിന്നെ അതും കഴിഞ്ഞിട്ട് നമുക്കൊരു അയൽവാസിയുണ്ട്, കോളനീൻ്റെ അടുത്താണ്. കോളനീൻ്റെ അടുത്തല്ല. അവിടത്തേക്ക് ഒരു ആമിത എന്നാണ് പേര്. ഓർക്ക് ആരുമില്ല ഓലെ നോക്കാനൊന്നും. 2 പെൺകുട്ടികളുള്ള 2 കല്യാണം കഴിച്ചിട്ടൊക്കെ പോയതാണ്. അങ്ങനെ അവരുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്. എന്നെ നോക്കി രാവിലെ വന്നു പോലും ബെല്ലടിച്ചിട്ട് ഞാൻ കേട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കുളിക്കുന്ന സമയത്താണ് വന്നത്. അങ്ങനെ എനിക്ക് മെസ്സേജ് ഇട്ടു പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞു. കാണാൻ പുതിയായിട്ട് അങ്ങോട്ട് വന്ന് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓലെ നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ്. കോളനി കണ്ടോ? ഈ കുന്നും മലയൊക്കെ കയറിയിട്ട് പോകണം. പിന്നെ 2 ദിവസം എന്നെ നോക്കി വരുന്നത്. അപ്പം ഞാൻ രാവിലെ അറിയുന്നില്ല, ഉറങ്ങി എണീക്കാത്തതുകൊണ്ട് ഒരു കാലത്താണ് വരുക. അപ്പോൾ എന്നെ മുട്ടിയിട്ടൊക്കെ അങ്ങ് പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം. അങ്ങനെ പോവാണ്. എനിക്ക് അവിടെ നിന്ന് നടന്ന് ശീലമില്ലാത്തതുകൊണ്ട് നടക്കുമ്പോൾ കിതപ്പൊക്കെ വരിക. അതുമല്ല, ഒരു കുന്നുപോലത്തെ സ്ഥലമാണ് ഇവിടെ. കണ്ട ഇഷ്ടംപോലെ ചക്കയും മാങ്ങയൊക്കെ ഉള്ള നാട്. അങ്ങനെ ഇവിടെ ചക്കയും മാങ്ങയൊക്കെ എനിക്കും കൊണ്ടുത്തരും ഇവർ. കുറേ കോളനി ഉണ്ട് ഇവിടെ. കുറച്ചൊക്കെ അലമ്പുള്ള ആൾക്കാരാണ്, കുറച്ചൊക്കെ നല്ല ആൾക്കാരാണ്. നമ്മൾ ആമിത്താത്തൊക്കെ അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് പേര് കിങ്ങിണിയൊക്കെ സൂപ്പറാണ്. ഒരു ദേവ് വെച്ചുണ്ട്, ഓറും അടിപൊളിയാണ്. അത് നമ്മളെയാൾ ഒരു ചെക്കനെ ഒരു ഉമ്മാമനൊക്കെ തല്ലിക്കൊന്നിട്ട് 1.5 കൊല്ലം മുമ്പ് അത് ആ വീടാണ്. അതാ ഈ വീടിൻ്റെ അപ്പുറത്തെ. അങ്ങനെ ആ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. ഉമ്മാനെ അടിച്ച് കൊന്നേച്ച് ചെക്കൻ MDM അടിക്കാൻ പൈസ കൊടുത്തായിട്ട്. അങ്ങനെ അലമ്പ് പാർട്ടിയും ഉണ്ട്, നല്ല പാർട്ടിയും ഉണ്ട്. ഞാൻ കോളനിയല്ല, എൻ്റെ വീട് കോളനി കഴിഞ്ഞിട്ടാണ്. ഇതാണ് നമ്മുടെ ആമിത്താത്താൻ്റെ വീട്. പാവം നമ്മളെ ആമിത്ത. ഇഷ്ടായി എല്ലാവരുടെ മുന്നിൽ കൂടി ഒന്ന് വാച്ച് കെട്ടി നടക്കണം. എന്റെ മോളെ മുന്നിൽ കൂടി അങ്ങനെ കാണിച്ചു. എപ്പോ ഞാൻ പറയുവനോട് അപ്പൊ ഞാൻ ചാനകളെ എടുത്തതാ. ഫ്ലാസ്ക് ചായ ഇട്ടിട്ട് ആ കുടിക്കാൻ
ചക്കക്കൂരും ചക്ക ചക്കയായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നലെ അവര് ചക്ക കൊണ്ടത്തന്ന് മാങ്ങ കൊണ്ടത്തന്ന് ചക്ക ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ചിട്ടാന്ന് വീട്ടിൽ ചോദിച്ച് ചക്ക കൊണ്ടുവരണോ മൊത്തം നമ്മുടെ കൈ അയ്യോ പൊട്ടി പോയിരിക്കല്ലേ. പോയതാണ്ട് കുട്ടികൾ പൊളിച്ചിട്ട് അയ്യോ വയ്യാപ്പുറം ബാധിലോ പേടിയാവൂലേ നിങ്ങൾക്ക് കിടക്കാന്? ഓട്ടപ്പെട്ടിട്ട്. അങ്ങനെ ഞാൻ ആമിത്താത്താൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് ഒരു വാച്ചൊക്കെ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞാൽ കൊണ്ടുകൊടുത്ത് അതപ്പോൾ കെട്ടിയൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷമായി. പിന്നെ കുറേ വർത്താനമൊക്കെ കേട്ട് പാവാണ്. ഡോറൊക്കെ പൊട്ടി കിടക്കുകയാണ്, പേടിയാണെന്ന് പറഞ്ഞു. മക്കളെ രണ്ടുള്ളത് രണ്ടും ഇല്ല, ഓരോ കൂടെയിലല്ല, ഭർത്താക്കന്മാരുടെ കൂടെ പോയി കളഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഉമ്മമാർ ജീവിക്കാൻ. പക്ഷെ മക്കളൊക്കെ കെട്ടുകയൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ ആയ ഓല പാടായി പോയി. പിന്നെ തള്ളയില്ല തന്തയില്ല എന്ന് പറഞ്ഞ പോലെ അമിതാത്താൻ്റെ ഭർത്താവ് പണ്ട് കുറേ മുമ്പേ മരിച്ചു പോയതാ. ശരിക്കും പറഞ്ഞാൽ ഭർത്താവിന് ഭാര്യയ്ക്ക് ഭർത്താവ് മാത്രമേ ഉണ്ടാവും, മക്കളെയൊന്നും കിട്ടൂല. ഇവരുടെ അടുത്ത് പോയിട്ട് ഇപ്പം എനിക്ക് അതാ മനസ്സിലായത്, മക്കളെയൊന്നും നമുക്ക് കിട്ടൂല. മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. കുറച്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെല്ലാം മക്കളെ പാട്ടിനങ്ങ് പോവും. അപ്പോൾ അവനവനിക്ക് വേണ്ടി ജീവിക്കുന്നത് നല്ലതെന്നാണ് തോന്നിയിപ്പോൾ. അമിതാൻ്റെ വർത്താനം കേട്ടപ്പോൾ എനിക്ക് തന്നെ കണ്ണെന്ന് വെള്ളം പോയി. അങ്ങനെ ഞാനും മോളും രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഉച്ചക്കത്തെ ബാക്കി ചോറുണ്ട്, പരിപ്പ് കറി, മുട്ട, വെള്ളക്കുപ്പി, ചിക്കനും അയില പൊരിച്ചതും വരിക്കൽ. എനിക്കപ്പം മനസ്സിലായില്ല. നേരെ വിടുന്നപ്പോഴാ ഞങ്ങളെ സത്യം തിരിച്ചറിഞ്ഞത്. എന്റെ കൈകൾ കൊണ്ട് റീത്ത മരിച്ചത് സാർ. അവരെല്ലാം നിരപരാധികളാ. അവരെ വിട്ടയക്കണം. നാളെ കഴിഞ്ഞ ടോണിയുടെ കല്യാണം അത് നടക്കണം സാർ. ടോണിയുടെ വിവാഹം നടക്കാൻ വേണ്ടി രാവുണ്ടാക്കിയ കഥ നന്നായിട്ടുണ്ട്.